ഡെവലപ്മെന്റ് വിഷയം തന്നെയാണ്, വികസന വിഷയം തന്നെയാണ്. കോട്ടയത്ത് 11 വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പാലം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുതുപ്പള്ളി ഏറ്റുമുനാർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ആറുമാനൂർ പാറേക്കടവ് പാലമാണ് പൂർത്തിയാകാതെ വർഷങ്ങളെ അങ്ങനെ തന്നെ കിടക്കുന്നത്. തൂണുകളടക്കം സ്ഥാപിച്ചിട്ടും പാലം പണി എങ്ങും എത്തിയില്ല. നാട്ടുകാർ നിരവധി തവണ സമരങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നാട്ടുകാരുടെ ആവശ്യം ഗൗനിക്കുന്നതായി അവർക്ക് അധികാരികളൊന്നും തോന്നിയിട്ടേയില്ല. ടോബി ജോൺസൺ കോട്ടയം തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്ക്. മീനച്ചിലാറിന് കുറുകെ പാറേക്കടവും നന്ദ്യാട്ടുകടവും ബന്ധിപ്പിച്ചാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു പ്രഖ്യാപനം. പിന്നാലെ നിർമ്മാണവും ആരംഭിച്ചു. 4 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച പദ്ധതി പക്ഷേ പാതി വഴിയിൽ മുടങ്ങി. പുഴയ്ക്ക് കുറുകെ തൂണുകൾ സ്ഥാപിച്ചെങ്കിലും സർക്കാർ മാറിയതോടെ മറ്റു ജോലികളൊന്നും നടന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതെ വന്നതോടെ നാട്ടുകാരും പ്രതീക്ഷ കൈവിട്ടു. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോകുന്ന വണ്ടികൾ അത്രയും ദൂരം കറങ്ങി അത്രയും ബ്ലോക്കിനകത്ത് പെടാതെ അയർക്കൊന്നും ചാടിയാൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കാരിത്താസ് ആണെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് കാരിത്താസിലെത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ വഴിയിൽ വലിയ ബ്ലോക്കില്ല, നല്ല വഴിയുമായിരുന്നു. പക്ഷേ ഈ പാലം പണി ഇതുവരെയായിട്ടും യാതൊരു നടപടിയും ഇല്ലാതെ നിൽക്കുകയാണ്. 90% തന്നെ ആയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്യും, കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കുന്നില്ല. അതെ, 2 പ്രാവശ്യം മന്ത്രിസഭ വന്നിട്ടും ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇത് ശരിയും പറഞ്ഞാൽ ആറുമാനൂര് അയർക്കുന്ന ഭാഗത്തുള്ളവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജ്, കാരിത്താസ് ഹോസ്പിറ്റൽ ഇതൊക്കെ പോകാൻ വളരെ എളുപ്പമുള്ള റോഡായിരുന്നു. 11 വർഷത്തോളമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 65% പണി ഏകദേശം തീർന്നു തോന്നുന്നു. ഇനി ഇത് ഈ 11 വർഷമായി കിടന്നതിൻ്റെ കമ്പികളൊക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങി. ഈ കോൺക്രീറ്റൊക്കെ ഇനി എത്രത്തോളം ബലവസ്ഥാണെന്ന് അറിയത്തില്ല. അധികൃതർ ശ്രദ്ധയെ ഞങ്ങൾ ഒത്തിരി സമരങ്ങളും കാര്യങ്ങളും പരിപാടികളൊക്കെ വെച്ചതാണ്. പക്ഷേ അതിലൊന്നും ആരും ഒന്നും ശ്രദ്ധിച്ചോ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി വരുന്ന മന്ത്രിസഭയിലും ഈ പാലത്തിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇത് പണിത് തന്ന് ജനങ്ങൾക്ക് സഹായമാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. റവന്യൂ വകുപ്പിന്റെ റിവർ മാനേജ്മെന്റ് ഫണ്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഫണ്ട് ലഭിക്കുന്നതിലുണ്ടായ തടസ്സമാണ് തിരിച്ചടിയായത്. പാലം നിർമ്മാണം തുടങ്ങിയതോടെ കടവും ഇല്ലാതായി. ഇതും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നല്ലൊരു കടത്ത് ആയിരുന്നു. ധാരാളം ആളുകൾ അക്കരയെന്ന് പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോകാൻ ഇതുവഴി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഇവിടുന്ന് പേരൂരിന്നും അയർക്കുന്നം ഞങ്ങൾക്കും എളുപ്പമുണ്ടായിരുന്നു പോകാനായിട്ട്. അതുപോലെ ഇത് നല്ലൊരു കുളികടമായിരുന്നു. വേനൽക്കാലമായാൽ ധാരാളം ഒത്തിരി ദൂരെ നിന്ന് കുളിക്കാനും അലക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ വണ്ടിയെ പോലും വന്ന് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്തിട്ട് പോകാറുണ്ട്. ഇപ്പോൾ യാതൊരു കാരണവശാലും ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പലരും, ഞാൻ സഹിതം ഇവിടെ വീണിട്ടുണ്ട്. അതുപോലെ കരിങ്കല്ലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല ഒരു കാര്യത്തിനും. പാലം പണി തടസ്സപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങി. എന്നാൽ ഇതുവരെ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കാലത്തും പാലം പണി പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് പോലും കൃത്യമായി ഇവിടെയുണ്ട്. എന്നിട്ടും ഈ പാലം പണി മാത്രം പൂർത്തിയാക്കാത്തത് എന്ത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായ ഒരു മറുപടി നൽകിയേ മതിയാകൂ. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിത വേഗം അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ഒരു പാലം ആവശ്യം വരുന്നു. പ്രായോഗിക പഠനം നടത്തുന്നു, DPR തയ്യാറാക്കുന്നു, പാലം പണിയുന്നു. 90% പണിയും തീർത്തിട്ട് പിന്നെ ഒരൊറ്റ നിപ്പാണ് പണി അരങ്ങാതെ. ആ ഒരു 10% തീർത്തു കൊടുത്താൽ നാട്ടുകാരുടെ പ്രശ്നം തീരും. ഈ പറയുന്ന പോലെ പ്രതിഷേധം അവസാനിക്കും. പറ്റുമെങ്കിൽ പരിഗണിക്കണം. പൊതുജനം ഇതൊക്കെ കാണുന്നുണ്ട് സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.